ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ സ്പാരോ. ഞാൻ വൈഷുവാണ് കേട്ടോ. രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. 5 മണിക്ക് എഴുന്നേറ്റ് ഉറക്കപ്പിച്ചിൽ കുളിച്ച് അച്ഛൻ്റെ കൂടെ പോണത് ഇന്ന് ഓണം ഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ ഇത് റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ബസ് കയറാനായിട്ട് പോവുകയാണ്. ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ സൈഡിൽ കുറേ പൂക്കടക്കാരുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ കണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുല്ലപ്പൂവാണ്. അങ്ങനെ മുല്ലപ്പൂ എടുത്ത് കുറച്ച് നേരം ഒന്ന് സ്മെല്ല് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് കെട്ടുന്ന രീതിയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കൂ കേട്ടോ. എന്ത് ത്രെഡ് ഇട്ടിട്ടാണ്, അടുപ്പിച്ചാണ് കെട്ടുക, ഇടകലർത്തി പൂക്കളാണ് കെട്ടുക എന്നൊക്കെ നോക്കി അങ്ങനെ കണ്ടു വരുമ്പോൾ വഴിയിൽ ഇത് കുറേ പ്രാവുകൾ നിന്നിട്ട് ഇങ്ങനെ അരിമണിയൊക്കെ കൊത്തി തിന്നുന്നത് കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ്. കുട്ടിക്കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് കേട്ടോ. അച്ഛൻ്റെ കൈ തൂങ്ങി ഇങ്ങനെ നടന്നു. അപ്പോൾ വണ്ടി വന്നു ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. നല്ലൊരു ഡ്രൈവർ ചേട്ടനായിരുന്നു കേട്ടോ. നമ്മളോട് നല്ല കമ്പനിയായിരുന്നു ചേട്ടൻ. അതുകൊണ്ട് തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് പോയി. ചേട്ടൻ ഒരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് വന്നതാണ് കേട്ടോ. പാവം, ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ എല്ലാവരും രാവിലെ ആയതുകൊണ്ട് നീ റെഡി ആയിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ വെന്യൂലെത്തി. വെന്യൂ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ, നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള റൂം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഹോം സ്റ്റേ റൂമുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നല്ല ആംബിയൻസ് ആണ്, നല്ല നീറ്റാണ്, ക്ലീനാണ്. നിങ്ങൾക്ക് അമ്പലത്തിൽ വരുന്നവർക്ക് മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് തന്നെ സ്റ്റേ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കുറച്ച് നേരം ഇരുന്നു. പിന്നെ വിശപ്പിൻ്റെ ഒരു സംഭവം വന്നതുകൊണ്ട് രാവിലെ 5 മണിക്ക് എണീച്ചാണ്. റൂമിലെത്തിയപ്പോൾ 6:30-7 മണിയായി. അപ്പോൾ വിശന്നുകൊണ്ട് ഞാനൊരു പേരൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് റെഡിയായി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി കാറ് വന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് പോകണം എങ്ങോട്ടാന്നല്ലേ. നിങ്ങൾക്കൊരു കിഡിലൻ സ്പോട്ട് കാണിച്ചിട്ട് അവിടെയാണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത്. അരുന്ധതി പള്ളത്ത് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ട്രഡീഷണൽ ഒരു മനയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആ മനയിലാണ് ഷൂട്ട് എടുക്കുന്നത്. ചേട്ടന്മാരൊക്കെ ക്യാമറയും ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ അലങ്കരിച്ചു, ഓണത്തിൻ്റെ കാര്യങ്ങൾ പൂക്കളമൊക്കെ ഇട്ടു. അങ്ങനെ അവർ ഈ മഴയുടെ ഉള്ളിൽ കൂടി നടന്നിട്ട് മഴ കുറയുന്നതിനനുസരിച്ച് അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ മനേൻ്റെ ഉള്ളിലോട്ട് കയറി. ചെറിയ ഇടവഴികളൊക്കെ പോലെ ഇടനാഴി എന്നൊക്കെ പറയില്ല, അതുപോലെ കുഞ്ഞൊരു സ്പേസാണ്. അതിലൂടെ കയറി വന്നിട്ട് നടുമുറ്റവും കാര്യങ്ങളൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു ഭയങ്കര പഴയതാണ്, അത്ര ഹൈറ്റ് ഇല്ല മനയ്ക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് റീൽസിൻ്റെ പരിപാടികളൊക്കെ ചെയ്തു. ഒരു പൂവിങ്ങനെ വിടർന്നു, വണ്ടൊക്കെ വന്നു. അങ്ങനെ ആ ഒരു ഇളം വെയിലിരുന്നൊരു കുറേ നേരം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങനെ എടുത്തു. ഇതൊക്കെ എടുത്തു തരുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിക്കുട്ടിയാണ്, അഞ്ജിമ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ഫ്രീ ടൈമിലുള്ള കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ മഴയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ലൊക്കേഷനിൽ ഇടയ്ക്ക് ഒന്ന് ഓക്കെ ആകും ഷൂട്ട്, പിന്നെ ഒന്ന് ഇതാവും. എന്നാലും ഞങ്ങൾ മാക്സിമം എല്ലാവരും കൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തുപിടിച്ച മലയും പോരുന്നല്ലേ. അതുകൊണ്ട് ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് തന്നെ പോയി. മാവേലി ചേട്ടനുണ്ട്, പുലിക്കളിക്കാരുണ്ട്, കഥകളിക്കാരുണ്ട്, മോഹിനിയാട്ടം ഉണ്ട് ഞങ്ങൾ 2 പേര്. അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് മേക്കപ്പ്, ലൈറ്റ് ഷെയ്ഡായിട്ടോ കൊടുത്തിരിക്കുന്നത്, സ്കിൻ ടോൺ പോലെ. ഞാൻ കൂടുതലും ഇങ്ങനെ ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ സ്കിൻ ടോണിനനുസരിച്ച് കൊടുക്കുക, ലൈറ്റായിട്ട്. നമ്മൾ ക്യാമറയിൽ വരുമ്പോൾ കുറച്ചും കൂടി എഫക്ട്സ് വരുന്നതുകൊണ്ട് ഒരുപാട് പുട്ടിയടിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തില്ല, ലൈറ്റായിട്ടുള്ള മേക്കപ്പ് ഷെയ്ഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഷൂട്ടിൻ്റെ 2-3 ഹാഫൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് ചെയ്തു. നല്ലൊരു മഴയുള്ളൊരു സമയമായിരുന്നു കേട്ടോ. നടുമുറ്റത്ത് ഇങ്ങനെ വെള്ളം വീഴുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ആ മഴവെള്ളം കണ്ടിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. മനസ്സിന് ഭയങ്കര സന്തോഷമായി. അവിടെ പൂജാമുറി ഉണ്ട്, എൻ്റേത് സൈഡിൽ കാണുന്ന പൂജാമുറിയാണ്. അപ്പോൾ അവിടെ നിന്നിങ്ങനെ കുറേ നേരം മഴവെള്ളത്തിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് വീണ്ടും തിരിച്ചുപോയി. കാരണം ഇടയ്ക്ക് അവർ വിളിക്കും, മഴ കുറയുന്നതിനനുസരിച്ച് വിളിക്കും, പിന്നെ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡിൻ്റെ ടൈമായപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ചിട്ടും ഒരു 2-3 ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പോൾ ജോസ്കോയുടെ ഓണം സെലിബ്രേഷനാണ്. ജോസ്കോ എല്ലാ ചേട്ടന്മാരൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവിടെ പോകണം, ജോസ്കോ ജ്വല്ലേഴ്സിൽ. അപ്പോൾ നമ്മുടെ ഡയറക്ടർ ചേട്ടനായ അജ്മൽ ഷായ്ക്കും ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും, നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങാം, പക്ഷെ ഓണസമ്മാനം വരട്ടെ അല്ലേ? ഓണസമ്മാനം
പൊളിയല്ലേ? ജോസ്കോ